ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തിൻ്റെയും വെള്ളപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള പട്ടാണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ കുതിർത്തിയെടുത്തിട്ടുള്ള പട്ടാണിയാണ്. അപ്പോൾ അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മളിതിൽ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പട്ടാണി ഒന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഉരുളൻകിഴങ്ങും 1/2 കപ്പ് ക്യാരറ്റും കൂടെ എടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സവാളൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും മുളകും ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള പട്ടാണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടെ വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങേൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അധികം വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ പാലെടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ഇത് തിളപ്പിച്ചെടുക്കരുത്. നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ തന്നെ അടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കറി ഒന്ന് ചൂടാറുന്നതിനനുസരിച്ച് അത് നല്ലപോലെ തന്നെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.